വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 138. ചൈനയിൽ IQ15 ഇറങ്ങിയ സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള കുന്നും മലയൊക്കെ ഉള്ള ഒരു ടെക്സ്ചറോട് കൂടിയുള്ള ഒരു കളർ ചൈനയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ഒരു കളർ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കളറായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ. അത് കിട്ടാത്തതുകൊണ്ട് ഒരുപാട് പേര് വൈറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ ആ ഒരു കുന്ന് പോലത്തെ അപ്പെക്സ് കളർ ഇന്ത്യയിലും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം IQ15 വാങ്ങിച്ചവരെല്ലാവരും ആരായിപ്പോയി? എന്നാൽ പിന്നെ അന്നേ ഇറക്കിയാൽ പോരെയല്ലേ? ഇത് കുറേ കഴിഞ്ഞതിന് ശേഷം ഈ കളറൊക്കെ ഇറക്കുന്നുണ്ട്. സോ എന്തായാലും അടിപൊളിയായിട്ടുള്ള കളറൊക്കെയാണ്. പിന്നെ വിവോയുടെ V70 FE ഇന്ന് 12 മണിക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഞാൻ കണ്ടിട്ട് എനിക്ക് തന്നെ ഡൗട്ട് അടിച്ചു പോയി. അതായത് വിവോ V70യുടെ പ്രൈസ് 45,999 46,000 രൂപയാണ്. ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ 44,999 45,000 രൂപ. 1000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലോ സ്പെസിഫിക്കേഷൻ വൈസ് ഒരുപാട് ബെറ്റർ ആണ് വിവോയുടെ V70. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പ്രൈസിങ് ഇറക്കി എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതിൻ്റെ 8GB 256GB പ്രൈസാണ് 44,999. പക്ഷേ ഇതിൻ്റെ 128GB വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ 41,999 42,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. എന്നാലും സെയിം പ്രൈസ് വേരിയൻ്റ് നോക്കുമ്പോൾ 1000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വിവോ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ റിയൽമിയുടെ 16 ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ 31,999 ആണ് 8GB 128GB പ്രൈസ്. ഞാൻ ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20,000 രൂപ റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇതൊരു പക്ക ഓഫ്ലൈൻ സെൻട്രിക് ആയുള്ള ഫോൺ ആയതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് ഫോണിന് വരുന്നത്. സോ ഓഫ്ലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റിയ ഒരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിയൽമിയുടെ ഫോൺ കേട്ടോ. അപ്പോൾ എല്ലാ ഫോണിനും ഇതേ അവസ്ഥയായിട്ടോ. നമ്മളിങ്ങനെ ഞെട്ടുന്ന രീതിയിലുള്ള പ്രൈസൊക്കെയാണ് എല്ലാ ഫോണിനും വരുന്നത്. എന്താണെന്ന് അറിയില്ല. പിന്നെ ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസമായോന്നറിയില്ല, എന്നാൽ കഴിഞ്ഞ മാസം ഇറങ്ങിയ വിവോയുടെ T5X ഉണ്ടല്ലോ, അതായത് 20,000 രൂപ റേഞ്ചിൽ വെച്ച് നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഫോൺ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മോഡലിലും വില കൂടിയിട്ടുണ്ട്. ആക്ച്വൽ പ്രൈസ് ആണെങ്കിൽ 18,999 ആണ്. പുതിയ പ്രൈസ് ആണെങ്കിൽ 20,999 ആണ്. 2,000 രൂപയാണ് ആ ഒരു മോഡൽ കൂടിയത്. ഇതിൻ്റെ IQയുടെ മോഡലിലും എന്തായാലും പ്രൈസ് കൂടിട്ടോ. അപ്പം ഇപ്പം ഒരു ഫോൺ ഇറങ്ങുകയാണെങ്കിൽ അറ്റ് എ ടൈം തന്നെ എല്ലാവരും പോയിട്ട് വാങ്ങാൻ നോക്കുക, വാങ്ങണമെന്നുണ്ടെങ്കിൽ. അല്ല അടുത്ത ആഴ്ച വാങ്ങാം, ഒരു മാസം കഴിഞ്ഞിട്ട് വാങ്ങാം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ പ്രൈസ് ഉറപ്പായിട്ട് കൂടും. ഇവർ ആദ്യം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം പ്രൈസ് കുറച്ചിട്ടാണ് ഇറക്കുന്നത്. പിന്നീട് പ്രൈസ് ഇപ്പം എല്ലാം ഔട്ട്. ഇപ്പോൾ ഒരുപാട് ഫോൺസ് ഇതുപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, വാങ്ങണമെന്ന് നിങ്ങൾക്ക് മൈൻഡിലുണ്ടെങ്കിൽ അറ്റ് എ ടൈം തന്നെ പോയിട്ട് വാങ്ങുക. ഇനി അങ്ങോട്ടേക്ക് വെയിറ്റ് ചെയ്യേണ്ട. ഇനിയും ഫോണിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ആ ഒരു അവസ്ഥയിലൊക്കെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഓപ്പോയുടെ Find X9 Ultra ഈ വരുന്ന 21-ാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അന്നേ ദിവസം ഈ ഒരു ഫോൺ എന്തായാലും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നില്ല. അതിനുശേഷമായിരിക്കും ഇന്ത്യയിലൊക്കെ വരുന്നത്. ചിലപ്പം ലോഞ്ച് ചെയ്യാം. ഞാൻ ഓപ്പോയുടെ ഒക്കെ ടീമായിട്ടൊക്കെ ചോദിച്ച സമയത്ത് അവർക്ക് ഈ സംഭവം അറിയത്തില്ല, ഇന്ത്യയിലേക്ക് വരുമോ എന്ന് തന്നെ അറിയത്തില്ല. ആ രീതി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും വരും എന്നാണ് പല ലീക്സിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസങ്ങൾ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഫോണാണ്. 10X ഒപ്റ്റിക്കൽ സൂമൊക്കെയാണ് ഈ ഒരു ഫോണകത്ത് വരുന്നത്. വേറെ ഏതൊരു ഫോണും ഇത്രയും സെറ്റപ്പ് ഒന്നും വരുന്നില്ല. അപ്പം ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ 1,00,000 രൂപ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ആയിട്ട് പറഞ്ഞ് തന്നെ 160, 140, 150 ആ ലെവലിലേക്ക് പ്രൈസ് വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. സോ ഏറ്റവും വില കൂടിയൊരു മോഡൽ കൂടി ആയിരിക്കും. അപ്പോൾ അത്രയും പ്രൈസ് കൊടുത്തിട്ട് ഈ ഒരു ഓപ്പോയുടെ ഫോൺ അല്ലെങ്കിൽ വിവോയുടെ ഫോൺ വരുമ്പോഴും ആ ഒരു സെയിം പ്രൈസ് ആയിരിക്കും എന്തായാലും. അപ്പം ആരെങ്കിലുമൊക്കെ വാങ്ങുമെന്ന് അറിയില്ല. എന്തായാലും ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്തോ. അടിപൊളിയായിട്ടുള്ള മോഡൽ അടുത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ Pixel 10 Pro വരെ ഡിസൈൻ ഫസ്റ്റ് ലുക്ക് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പഴയ രീതിയാണ്. പക്ഷെ എന്നാലും ക്യാമറ മൊഡ്യൂൾ എന്തോ ഒരു കുറച്ചും കൂടെ വലുപ്പൊക്കെ ആക്കിയത് കൊണ്ട് തന്നെ കാണാൻ എന്തോ ഒരു ഫീലാണ്. ബട്ട് ഈ ഒരു ഫോട്ടോ കാണുമ്പോഴായിരിക്കും ചിലപ്പം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും സാധനം ബേസിക്കലി ആ ഒരു ഡിസൈൻ തന്നെയാണ്. എന്നാലും അതെന്തോ ഒരു ഭയങ്കര ക്യാമറ മൊഡ്യൂൾ ഭയങ്കര ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു ലുക്കാട്ടോ ഇതിന് വരുന്നത്. പിന്നെ ആരും അധികം അങ്ങനെ വാങ്ങാത്തതുകൊണ്ട് പിന്നെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ 6.3 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ടെൻസറിൻ്റെ G6 ചിപ്സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. 5000 mAh ബാറ്ററി ഒക്കെ വരുന്ന മോഡലാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് നോർമലി ഗൂഗിളിൻ്റെ പിക്സൽ ഫോൺസ് ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആവുമ്പോൾ മാത്രമേ ഈ ഒരു പുതിയ മോഡലും ഇറങ്ങുകയുള്ളൂ. പിന്നെ വിവോയുടെ X300 FE എന്ന മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഇത് എപ്പം വരും എന്ന് ഒരുപാട് പേര് കമൻസിലും
മെസ്സേജൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഫോൺ എന്തായാലും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് അടുത്ത മാസം വിവോയുടെ X300 Ultra ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പരം തന്നെയാണ് ഈ ഒരു മോഡൽ കൂടെ വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു ഫോൺ വെയിറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പെക്ക് തന്നെയാണ്. Qualcomm Snapdragon 8 Gen 5 ആണ് ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. ഒരു കോമ്പാക്ട് സൈസിൽ വരുന്ന 6.3 ഇഞ്ചിൻ്റെയാണ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. 50 MB 3x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 50 MB മെയിൻ ക്യാമറ വരുന്നുണ്ട്. 8 MB അൾട്രാ വൈഡ്, 50 MB സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 6500 mAh ഒക്കെ വരുന്ന ഒരു കുട്ടിച്ചാത്ത മോഡലാട്ടോ. അപ്പം അടുത്ത മാസം ഇതിപ്പോൾ ഏപ്രിലായി മെയ് മാസത്തിലാണ് ഈ ഒരു മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അങ്ങ് ചൈനയിൽ ഓപ്പോയുടെ K15 Pro Plus എന്ന 2 പുതിയ ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിലേക്കും ഈ ഒരു മോഡൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 8500 ചിപ്സെറ്റ് ആണ് K30 Proയിൽ വരുന്നത്. Pro Plusലാണെങ്കിൽ ഡിമെൻസിറ്റിയുടെ 9500S ആണ് വരുന്നത്. പിന്നെ 7500 mAh ബാറ്ററി പ്രോയിൽ വരുന്നുണ്ട്. Pro Plusലാണെങ്കിൽ 8000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ് ട്രിഗേഴ്സ് വരുന്നുണ്ട്. ഇൻബിൽഡ് ആയിട്ടുള്ള കൂളിംഗ് ഫാനൊക്കെ വരുന്ന ഒരു പക്കാ ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ടുള്ള മോഡലാട്ടോ. ഡിസൈനും ഒരു ഇപ്പോൾ ഉള്ള ഓട്ടോമിക്ക എല്ലാ ഫോണിലും യൂസ് ചെയ്യുന്ന വരാൻ വേണ്ടി പോകുന്ന OnePlus Nord 6ലും പിന്നെ ഓപ്പോയുടെ റെനോ സീരീസിലൊക്കെ കണ്ട ആ രീതിയിലുള്ള ക്യാമറ മൊഡ്യൂളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഇന്ത്യയിലേക്കും അടുത്ത് തന്നെ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ടെക് ന്യൂസ് മാത്രമേ നമുക്ക് ഇന്ന് പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കുക. പിന്നെ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. ഞാൻ മാക്സിമം കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അർജൻറ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും നോക്കാം. വേറെ ഒന്ന് വിചാരിക്കരുത് കേട്ടോ. മെസ്സേജ് അയക്കാത്തതുകൊണ്ട് തന്നെ അത്രയും മെസ്സേജ് വരുന്നതുകൊണ്ടാണ് കുറച്ചധികം ലേറ്റ് ആവുന്നത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇഫ് സൈനിങ് ഓഫ്. ബൈ.